ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ സപ്പോസ് ഞാനൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ചെറിയൊരു സെർവർ മേടിച്ചിട്ട് അതിലോട്ട് എൻ്റെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, സപ്പോസ് ഞാൻ മേടിച്ചപ്പോൾ എൻ്റെ സെർവറിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു 2 GB റാമും അതുപോലെ തന്നെ ഒരു എക്സ് എമൗണ്ട് ഓഫ് CPU ആണുള്ളത്. ഓക്കെ, സോ എൻ്റെ ആപ്ലിക്കേഷനിലോട്ട് വരുന്ന യൂസേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. സോ ഇനീഷ്യൽ ടൈം ആയതുകൊണ്ട് തന്നെ വളരെ മിനിമൽ യൂസേഴ്സ് മാത്രമേ എൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. എല്ലാ റിക്വസ്റ്റുകളും ഒരു തടസ്സമില്ലാതെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവഞ്ച്വലി എൻ്റെ ആപ്ലിക്കേഷനിലോട്ട് വരുന്ന റിക്വസ്റ്റുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് റിക്വസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ക്രാഷ് ആവാൻ തുടങ്ങി. കാരണം എൻ്റെ ആപ്ലിക്കേഷൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. 2 GB റാമും ഒരു എക്സ് എമൗണ്ട് ഓഫ് CPU ആണുള്ളത്. സോ അതിന് താങ്ങാവുന്ന റിക്വസ്റ്റുകളേക്കാൾ കൂടുതൽ എണ്ണം റിക്വസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സെർവർ ക്രാഷ് ആവും. ഓക്കെ, സോ എൻ്റെ സെർവർ ക്രാഷ് ആയി. ഓക്കെ, സോ ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഒന്നെങ്കിൽ എനിക്ക് ഈ ഒരു സെർവറിൻ്റെ കോൺഫിഗറേഷൻ ഇൻക്രീസ് ചെയ്യാം. ഞാനിവിടെ 2 GB ഉള്ളത് എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ റാം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തിട്ട് 4 GB റാം ആക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ 4 GB റാമും അതുപോലെ തന്നെ ഒരു 2x എമൗണ്ട് ഓഫ് CPU സെറ്റ് ചെയ്തു എൻ്റെ എക്സിസ്റ്റിംഗ് സെർവറിലോട്ട്. സോ കമ്പാരിറ്റീവ്ലി എനിക്ക് മുമ്പ് പ്രോസസ്സ് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ റിക്വസ്റ്റുകൾ എനിക്കിപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഇൻക്രീസ് ചെയ്യാം. എൻ്റെ എക്സിസ്റ്റിംഗ് സെർവർ വേണമെങ്കിൽ എനിക്കൊരു 8 GB റാം ആക്കാം. ദെൻ CPU എനിക്കൊരു 4x CPU ബിൽഡ് ചെയ്യാം. സോ ഞാനിവിടെ ചെയ്യുന്നത് എന്താ? ഞാൻ എൻ്റെ കയ്യിൽ ആദ്യമൊരു സെർവർ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കോൺഫിഗറേഷൻ ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻ്റെ കയ്യിൽ ആദ്യം ചെറിയൊരു സെർവർ ആയിരുന്നു. ഞാൻ അതിനെ കുറച്ചുകൂടെ വലുതാക്കി. ഓക്കെ, ദെൻ വീണ്ടും റിക്വസ്റ്റുകളുടെ എണ്ണം കൂടിയപ്പോൾ ഞാൻ അതിനെ കുറച്ചുകൂടെ വലുതാക്കി. അതായത് എക്സിസ്റ്റിംഗ് സെർവറിനെ ഞാൻ വീണ്ടും വലുതാക്കി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്കെയിലിംഗ് പ്രോസസ്സിനെയാണ്, ഈ ഒരു സ്കെയിലിംഗ് മെത്തേഡിനെയാണ് നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ സ്കെയിലിംഗ്, അതായത് എക്സിസ്റ്റിംഗ് സെർവറിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സോ ഇതിനെ നമുക്ക് വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയാം. സോ ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സിംഗിൾ സോഴ്സ് ഓഫ് ഫെയിലിയർ ആണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിൽ, അതായത് ഈ ഒരു സെർവറിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ നമ്മുടെ എൻ്റയർ ആപ്ലിക്കേഷൻ തന്നെ ക്രാഷ് ആവും. ഒറ്റ റിക്വസ്റ്റ് പോലും നമുക്ക് പിന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് വരുന്ന അടുത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് എന്താ? ആ ഒരു സിംഗിൾ സെർവറിൻ്റെ കോൺഫിഗറേഷൻ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, സോ അതായത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന സെർവർ എത്രയാണ്? 2 GB റാം, അതുപോലെ തന്നെ ഒരു എക്സ് എമൗണ്ട് ഓഫ് CPU. ഓക്കെ, സോ നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിംഗിൽ എന്താ ചെയ്തത്? ഈ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി നമ്മൾ കൂട്ടി കൊണ്ടുവന്നു. ഓക്കെ, സോ അടുത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കയ്യിലൊരു ഒരു സെർവർ ഉണ്ട്. സോ ഞാൻ അതേ കപ്പാസിറ്റിയുള്ള പുതിയൊരു സെർവറൂടെ വാങ്ങി. ഓക്കെ, സോ ഞാനിവിടെ 2 GB റാമും അതുപോലെ തന്നെ ഒരു എക്സ് എമൗണ്ട് ഓഫ് CPU ആണുള്ളത്. ഓക്കെ, ലെറ്റ്സ് സേ ആദ്യത്തെ സെർവറിന് 5 റിക്വസ്റ്റുകളാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിരുന്നത്. സോ ഇതിനും 5 റിക്വസ്റ്റുകൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ എനിക്കിപ്പോൾ 10 റിക്വസ്റ്റുകൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി വീണ്ടും യൂസേഴ്സിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഞാൻ വീണ്ടും ഇതുപോലത്തെ ഒരു സെർവർ വാങ്ങും. സെയിം കപ്പാസിറ്റിയാണ് 2 GB റാം. സോ ഇതിനും ആ ഒരു എമൗണ്ട് ഓഫ് യൂസേഴ്സിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ എനിക്ക് എത്രയാണോ വേണ്ടത്, യൂസേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എനിക്ക് വീണ്ടും പുതിയ സെർവർ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിലോട്ട് കുറച്ച് റിക്വസ്റ്റുകൾ വരും. സോ അത് ഫുള്ളായി കഴിഞ്ഞാൽ അടുത്ത റിക്വസ്റ്റുകൾ അടുത്ത സിസ്റ്റത്തിലോട്ട്, ദെൻ ഇതുപോലെ ആ ഒരു വരുന്ന റിക്വസ്റ്റുകൾ റീഡയറക്റ്റ് ചെയ്ത് ഡിഫറെൻറ്റ് സെർവറിലോട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ റീഡയറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു മിഡിൽ മാൻ ഉണ്ടാവും. സോ റിക്വസ്റ്റുകൾ ഡയറക്റ്റ്ലി വരുന്നത് ഈ ഒരു സെർവറിലോട്ടായിരിക്കില്ല, പകരം നമ്മൾ ഒരു മിഡിൽ മാനെ സെറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ലോഡ് ബാലൻസർ സെറ്റ് ചെയ്യും. ഓക്കെ, സോ റിക്വസ്റ്റുകൾ വരുന്നതെല്ലാം ഈ ഒരു ലോഡ് ബാലൻസറിലോട്ടാണ്. സോ ഈ ലോഡ് ബാലൻസറാണ് ഡിഫറെൻറ്റ് സെർവറിലോട്ട് വരുന്ന റിക്വസ്റ്റുകളെ റീഡയറക്റ്റ് ചെയ്ത് വിടുന്നത്. സോ ഇങ്ങനെ ഈ ലോഡ് ബാലൻസർ ഡിഫറെൻറ്റ് സെർവറിലോട്ട് റിക്വസ്റ്റ് വിടാൻ ഒരുപാട് അൽഗോരിതംസ് ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. സോ ബേസിക്കലി ഇത്രയും മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് സെർവറിൻ്റെ കപ്പാസിറ്റി കൂട്ടാതെ നമ്മൾ പുതിയ സെർവേഴ്സ് ആഡ് ചെയ്ത് കൊണ്ടുവന്നു.
ഓക്കെ, നമ്മൾ മുമ്പ് വെർട്ടിക്കൽ സ്കെയിലിംഗിൽ എക്സിസ്റ്റിംഗ് ഒറ്റ സെർവറേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ കൂട്ടി വന്നു, അതാണ് വെർട്ടിക്കൽ സ്കെയിലിംഗ്. എന്നാൽ ഹൊറിസോണ്ടൽ സ്കെയിലിംഗിൽ നമ്മൾ എക്സിസ്റ്റിംഗ് സെർവറിൻ്റെ കപ്പാസിറ്റി കൂട്ടാതെ പുതിയ സെർവേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് വന്നു. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.